പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി പ്രചാരണങ്ങൾക്കായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. മാർച്ച് ആദ്യവാരം കൊച്ചിയിലേക്ക് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. സാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും വികസന രേഖയുടെ പ്രകാശനവും മോദിയുടെ കൂടിക്കാഴ്ചയുടെ ഭാഗമായി നടത്താനാണ് ബി.ജെ.പി ലക്ഷ്യം. മാർച്ച് 5-6 തീയതികളിലായിരിക്കും പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുക. ഇതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. കേരളത്തിന്റെ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാളെ നേതാക്കളുടെ യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടാവുക. ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും പ്രചാരണത്തിനുള്ള തുടക്കവും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഉണ്ടാകും. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തും. കേരളത്തിൽ ഇത്തവണ 30 സീറ്റുകളാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. ഇവിടങ്ങളിൽ ജയിക്കാൻ വേണ്ട തന്ത്രങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ നിർദ്ദേശിക്കും. മധ്യ കേരളത്തിൽ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പിയുടെ നീക്കങ്ങൾ. മധ്യമേഖല കേന്ദ്രീകരിച്ചുള്ള ഓഫീസ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് സൂചന. റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണമടക്കമുള്ള വിവിധ റെയിൽവേയുടെ വികസന പദ്ധതിയുടെ ഉദ്ഘാടനവും സന്ദർശനത്തിനൊപ്പം നടക്കും. ഇന്ത്യയുടെ ആദ്യഘട്ട വികസന രേഖ എന്ന രീതിയിൽ ബി.ജെ.പി കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നതും പ്രധാനമന്ത്രി സന്ദർശനത്തിന്റെ ഭാഗമായി ആലോചനയിലുണ്ട്. അതേസമയം കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബി.ജെ.പി തുടക്കമിട്ടിരുന്നു. നിയമമണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രചാരണത്തിന് തുടക്കമിട്ടത്. ചുവരിൽ സ്വയം എഴുതിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിലെ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. നമുക്ക് വേണം വികസിത നിയമം എന്നാണ് ചുവരിൽ എഴുതിയത്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയിട്ടില്ല. നിയമത്തിന്റെ മാറ്റത്തിന്റെ തുടക്കമാണിതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമത്ത് മത്സരിക്കാനാണ് ആഗ്രഹം. പാർട്ടി ദേശീയ ഘടകം അത് തീരുമാനിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തനിക്ക് നിയമത്ത് മത്സരിക്കാൻ അനുവാദം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി കൂടിയായ എം.എൽ.എ തികഞ്ഞ പരാജയമാണെന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമക്കാർ വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിയമമണ്ഡലത്തിൽ വിവിധ ബൂത്തുകളിൽ നടന്ന കുടുംബയോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ തത്സമയ പ്രദർശനത്തിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, തിരുവനന്തപുരം നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് പാപ്പനംകോട് സജി തുടങ്ങി കാലടി കൌൺസിൽ ജി.എസ്. മഞ്ജു തുടങ്ങിയ നിരവധി നേതാക്കളും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തു വന്നിരുന്നു. 30 സീറ്റിലാണ് നിലവിൽ സാധ്യതാ പട്ടിക കണക്കാക്കിയിരിക്കുന്നത്. നേമത്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ, പാലക്കാട് കായംകുളം സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ട്. വട്ടിയൂർക്കാവിലാർ ശ്രീലേഖയും കൃഷ്ണകുമാറും, മലമ്പുഴയിൽ സി കൃഷ്ണകുമാറും മത്സരരംഗത്തുണ്ടാവും. പാലായിൽ ഷോൺ ജോർജും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും മത്സരിക്കും. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ ഗോതയിൽ പോരാട്ടം കടുക്കുകയാണ്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ. പത്മജയോട് തൃശൂരിൽ മത്സരിക്കാൻ ബി.ജെ.പി ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വിവരം. നേരത്തെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ പത്മജ മത്സരിക്കുമെന്നും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തുന്നതോടെ പോരാട്ടം നടക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ തൃശൂരിലേക്കാണ് പത്മജയ്ക്ക് നറുക്കു വീഴുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് പത്മജ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ സാധ്യതാ പട്ടിക പുറത്തുവന്നതോടെ പ്രമുഖ നേതാക്കളെല്ലാം നിശ്ചിത മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നിയമമണ്ഡലത്തിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനുമാണ് പട്ടികയിൽ മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.